നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ CMRലുമായി നടത്തിയ മാസപ്പടി വിവാദം. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും വലിയ വിവാദ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ ഒരു കേസിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ED അന്വേഷണത്തിന്റെ ഭാഗമായി ED വീണ വിജയന് സമൻസ് അയക്കുകയുണ്ടായി. വർഷങ്ങളായി ഈ കേസ് നിലനിൽക്കുന്നു. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ചെന്നൈയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യലിൽ അവരിൽ നിന്ന് കിട്ടിയ മൊഴികൾ രേഖപ്പെടുത്തുകയും ആ മൊഴികൾ കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് 54 വോള്യങ്ങളിലായി അന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളും അനുബന്ധ രേഖകളുമെല്ലാം ED കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ആ രേഖകളാണ് കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ED PMLA കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജിയുടെ PMLA കോടതി ആ ഹർജിയിൽ കൃത്യമായി EDക്ക് അനുകൂലമായ ഒരു ഉത്തരവിടുകയും ഇന്നത്തോടുകൂടി സമ്പൂർണ്ണമായി അത്തരം രേഖകളെല്ലാം, അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ 133ഓളം അനുബന്ധ രേഖകളും തെളിവുകളും അടങ്ങിയ 54 വോള്യങ്ങൾ അടങ്ങിയ വിശദമായ ആ തെളിവുകൾ ഇന്ന് EDക്ക് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ED കഴിഞ്ഞ ആഴ്ച വീണ വിജയന് ഇന്ന് കൊച്ചിയിലെ ED കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമൻസിന് വീണ വിജയൻ ഇന്നലെ തന്നെ മറുപടി അയച്ചിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലം ഇന്ന് 12-ാം തീയതി വെള്ളിയാഴ്ച EDയുടെ ചോദ്യം ചെയ്യലിന് എത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ട് തൻ്റെ അഭിഭാഷകരെയോ അല്ല എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞയച്ച് അവർ മുഖാന്തരം തെളിവോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമോ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇമെയിലിൽ വീണ വിജയൻ അറിയിച്ചിരുന്നത്. എന്നാൽ അത് സാധ്യമല്ല. ഒരു കാരണവശാലും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ നേരിട്ട് തന്നെ മൊഴി നൽകണം, നേരിട്ട് തന്നെ EDയുടെ ചോദ്യത്തിന് ഉത്തരം നൽകണം, തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ട് വീണ വിജയൻ തന്നെ നേരിട്ട് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് അടുത്ത ബുധനാഴ്ച, അതായത് 17-ാം തീയതി വീണ വിജയൻ കൊച്ചിയിലെ EDയുടെ സോണൽ ഓഫീസിൽ ഹാജരാകണം, അനുബന്ധ തെളിവുകളും രേഖകളുമായി ചോദ്യം ചെയ്യലിൽ എത്തണം എന്ന് തന്നെയാണ് ED വീണ്ടും ഇപ്പോൾ വീണയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ നിന്ന് ഏത് വിധേനയും തടി തപ്പുന്നതിന് വേണ്ടി വീണ നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED അയച്ചിരിക്കുന്ന നോട്ടീസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ ഈ നോട്ടീസിന്റെ തന്നെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടെ നിർണായകമായ മറ്റു പല വിവരങ്ങളും പുറത്തു വരുന്നു. അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ട് CMRലും എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയ പണമിടപാടുകളിൽ യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെയാണ് വീണ വിജയൻ CMRൽ നിന്ന് 1,72,00,000 രൂപ വീണയുടെ അക്കൗണ്ടിലും CMRൽ നൽകിയ തുക അത്രയും വാങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് എക്സാലോജിക് എന്ന കമ്പനി അക്കൗണ്ടിലുമാണ് ഈ തുകകൾ മേടിച്ചിരിക്കുന്നത്. കൂടാതെ എൻപവർ ഇന്ത്യ എന്ന CMRലെ മറ്റൊരു അനുബന്ധ സ്ഥാപനത്തിൽ നിന്നും 50 ലക്ഷം രൂപ 2 തവണയായി വായ്പയായി വാങ്ങിയിട്ടുണ്ടും എന്നുള്ളത് പറയുന്നു. എന്നാൽ ഇതൊന്നുമല്ല ഈ കേസിലെ ഗുരുതരമായ കുറ്റകൃത്യം എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് വീണ വിജയന് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ അവരുടെ ഒരു സുഹൃത്തും ബന്ധുവായിരുന്ന ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. 2019 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി കാണുന്നു. അന്ന് അതിൽ 10 കോടി രൂപ ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടിന്റെ വിശദവിവരങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന് എത്തിച്ചു കൊടുത്തത് ഷോൺ ജോർജ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയാണ് വരുന്നത്. CMRലുമായി ബന്ധമുള്ള CMRൽ ഓഹരി പങ്കാളിത്തമുള്ള വിദേശ പ്രവാസി വ്യവസായി കൂടി ഇതിന്റെ ഫ്രെയിമിലേക്ക് കടന്നു വരുന്നു, ഈ കേസിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. CMRൽ വീണ വിജയന് എന്തിനാണ് പണം കൊടുക്കുന്നത്? അവർ യാതൊരു തരത്തിലും സേവനം CMRൽ നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വീണ വിജയനെ പോലുള്ള ഒരാൾക്ക് CMRൽ വെറുതെ പണം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CMRൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വഴിവിട്ട് ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് 2019 കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തു നിന്നും കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി സ്വകാര്യ കമ്പനികൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും സർക്കാർ ഭൂമിയിലുള്ള അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരിടത്തു നിന്നും കരിമണൽ ഖനനം ചെയ്യുവാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കേന്ദ്ര വിജ്ഞാപനം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഉത്തരവ് പൂഴ്ത്തിവെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ CMRൽ കർത്ത എന്ന് പറയപ്പെടുന്ന ശശിധരൻ കർത്തയ്ക്ക്
അമ്പലപ്പുഴ, ആലപ്പുഴ, തോട്ടപ്പള്ളി തീരമേഖലയിൽ നിന്നുകൊണ്ട് ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി അനുമതി കൊടുത്തത്. ഈ 1600 കോടി രൂപയുടെ 10% കമ്മീഷൻ കണക്കാക്കിയാൽ പോലും ഏതാണ്ട് 180 കോടി രൂപയോ, ഈ 180 കോടി രൂപയോളം പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പല അക്കൗണ്ടുകളിലാക്കി അയക്കുകയും ആ അക്കൗണ്ടുകളിൽ നിന്ന് അവർ വീണയുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് CMRലുമായി ബന്ധപ്പെട്ട വിവിധ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വിദേശത്തുള്ള പ്രവാസി വ്യവസായിയുടെ ചില പിണിയാളുകളുടെയോ പേരിലേക്കൊക്കെയോ ഈ അക്കൗണ്ട് വഴി പണം അയക്കുന്നു. ആ അക്കൗണ്ടിൽ പണം അയക്കുമ്പോൾ അവിടെയുള്ള വ്യവസായ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പണമായി അത് വിലയിരുത്തപ്പെടുന്നു. പിന്നീട് ആ വ്യവസായ സംരംഭത്തിലൂടെ കിട്ടിയ പ്രതിഫലത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഒരു പ്രത്യേക ശതമാനം തുക വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നു. ഇത്തരത്തിലുള്ള പണമിടപാടുകളാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ പണം നൽകിയിരിക്കുന്നതിന് ബാങ്ക് രേഖകളുണ്ട് എന്നുള്ളതിനാൽ അത് അഴിമതിയാകുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ കള്ളപ്പണമാകുന്നില്ല എന്നൊക്കെ ധരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ വരിക. അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരം കേസുകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ ആ പ്രമുഖനായ പ്രവാസി വ്യവസായിയെ സ്വാധീനിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇത്തരം കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെ രേഖകൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നും പ്രവാസി വ്യവസായികളായി പല ആളുകളും ഉണ്ടെങ്കിലും CPMുമായി അടുത്ത ബന്ധമുള്ള, അടുത്ത കാലത്ത് വിവാദങ്ങളിലൊക്കെ പെട്ട ഒരു വിദേശ പ്രവാസി വ്യവസായി തന്നെയാണ് ഇപ്പോൾ വീണ വിജയന്റെ അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ ഡീറ്റെയിൽസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സീരിയസ് മോഡ് ഇൻവെസ്റ്റിഗേഷനും EDയും ശ്രമിക്കുന്നു. EDയുടെ ഡയറക്ടർ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ വിജയനെ അടുത്ത 17-ാം തീയതി ED കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. ഈ സമൻസ് കൂടി വീണ നിഷേധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കാണിച്ച് വീണ ചോദ്യം ചെയ്യാൻ എത്താതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും EDക്ക് കടുത്ത നടപടികളിലേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നുകിൽ വീണ ഉള്ള സ്ഥലത്തേക്ക് ED ഉദ്യോഗസ്ഥർ ചെല്ലും, അല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എക്സാലോജിക് CMRL കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പറഞ്ഞു കേൾക്കുന്നത് പോലെ 1,72,00,000 രൂപയുടെയോ അല്ലെങ്കിൽ 2,80,00,000 രൂപയുടെയോ കഥയല്ല അതിന് പുറത്തുള്ളത്. അതിനപ്പുറത്തേക്കുള്ള പണമിടപാടുകൾ നടന്നിരിക്കുന്നു. വിദേശ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് കോടി കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ED അന്വേഷിക്കുന്നതും ഈ കേസുകൾ തന്നെയാണ്. സീരിയസ് മോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ വെളിവായ 134 രേഖകൾ അടക്കം ED തയ്യാറാക്കി വച്ചിരിക്കുന്ന ചോദ്യാവലിക്ക് വീണ കൃത്യമായ ഉത്തരം പറയേണ്ടി വരും, തെളിവുകൾ സമർപ്പിക്കേണ്ടി വരും. തൃപ്തികരമായ ഉത്തരവും തെളിവുകളുമല്ല എന്നുണ്ടെങ്കിൽ അതിനൊടുവിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വീണ വിജയനും ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.